ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു പുതിയ സ്പെഷ്യൽ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അന്നൂസും ഞാനും കൂടെ കപ്പ കളക്ട് ചെയ്യുന്നു. ചിലതൊന്നും മൂത്തിട്ടില്ല, ഇപ്പം പറിച്ചിട്ടില്ലെങ്കിൽ മഴയൊക്കെ അല്ലേ, ചീഞ്ഞു പോകും. അപ്പം നമ്മൾ തിന്നാനുള്ള ഒരു ആഗ്രഹം കൂടിയായിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് എൻ്റെ ധൃതി കാരണം പറിച്ചെടുക്കുകയെന്ന്. അപ്പം നമുക്കിതുപോലെ തന്നെ എല്ലാം കളക്ട് ചെയ്ത് വെക്കാം. കുറച്ച് വരവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ സ്പെഷ്യൽ എന്താണെന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പോൾ അന്നൂസിനെ കഷ്ടപ്പെട്ട് ഇത് ഓരോന്നായി പൊട്ടിച്ചെടുക്കുകയെന്ന്. അപ്പോൾ ഏകദേശം ഇതിലൊക്കെ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ചിലതൊക്കെ നല്ല എന്താ പറയുക വണ്ണം കുറഞ്ഞത് മാത്രമാണുള്ളത്. അയ്യോ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ പറിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അന്നൂസ്. അപ്പം നമുക്കിത് പറിച്ച് നോക്കാം എങ്ങനെയാണ്. ഇത് കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു കപ്പയാണ്. നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുറച്ചും കൂടി വേണം. അത് ഇതൊന്ന് പറിച്ച് നോക്കാം. ഇതിലുണ്ടാ? അയ്യോ ഞാൻ പൂശിപ്പോയി. സാരല്ല, ഒന്നെങ്കിലുണ്ടല്ലോ അടുത്തേൽ പിടിക്കാം. അത് പൊട്ടിക്കാനും കഴിയുന്നില്ലേ? ഇല്ല, കുറച്ച് ഓരാന്ന്. അതിന് നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. എനിക്കിവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് നമുക്കൊരു കിടിലം ഉണ്ടാക്കാം. ഇതൊന്ന് നന്നായി ഈ മണ്ണെല്ലാം പോകുന്ന അത്ര നമുക്കൊന്ന് കഴുകിയെടുക്കണം. കണ്ടോ? അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഉമ്മയുടെ രണ്ട് ഉള്ളിയാണ് കേട്ടോ, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കൊത്തിയരിഞ്ഞിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത്, 3 പച്ചമുളകും തക്കാളി ഒരെണ്ണം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ താരം, അതായത് നമ്മളെ ബീഫ് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പിടി കിട്ടിയിട്ടുണ്ടാവും എന്താ സാധനം അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പം ബീഫിന് നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഒഴിച്ച് നല്ല പതക്കെ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 20 to 25 മിനിറ്റ് വേവിക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കപ്പ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഞാൻ നല്ലോണം വെള്ളത്തിൽ കഴുകി ഇത് പീസായി മുറിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. കണ്ടോ? ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ തൊലി കളയാൻ പറ്റും. അതിന് ശേഷം നല്ലോണം നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടത് ഉപ്പും മല്ലികളും ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിലപ്പോൾ കപ്പക്ക് വിഷാംശം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ നല്ല യെല്ലോ കളറായിട്ടുണ്ട്. നമുക്കിത് വെള്ളം ആറ്റാൻ വെക്കാം. കണ്ടോ? കപ്പ അടിപൊളിയായിട്ടുണ്ട്, നമ്മൾ യെല്ലോ കളർ കപ്പ. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ ഇവിടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളീയരുടെ സ്വന്തം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ അതിൽ പിടിക്കുന്ന തരത്തിൽ. ഇത് ചായൻ്റെ ഒപ്പരെല്ലാം കൂട്ടാൻ വളരെ ടേസ്റ്റാണ്. നമുക്കിതുപോലെ തന്നെയും
ചെയ്യാം, ഇതുപോലെ തിന്നാനും കഴിയും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായി. നമുക്കിതൊന്ന് പൊത്തി വെക്കാം. നമ്മുടെ ബീഫൊക്കെ റെഡിയായി നല്ല വെന്തിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുക്കാം. വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളി ചേർത്തെടുക്കാം. ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിയണം. അപ്പോൾ അതിലേക്ക് തന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാത്തിനും കുറച്ച് കുറച്ച് ഉപ്പ് ചേർത്തിന്. അപ്പോൾ ഈ ഒരു ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മളെ ബീഫ് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ശേഷം നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിച്ചപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ബീഫിൻ്റെ മണമൊക്കെ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പം കപ്പ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ കപ്പയും ആ ഒരു ഇറച്ചി മസാലയൊക്കെ കൂടി നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പ ഏതാ മറ്റേതിൻ്റെ മസാല ഏതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പാടില്ല. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒക്കെ മസാല ഒക്കെ ഇതിലിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കഴിയുകയെന്ന് ഉണ്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇറച്ചിയും വേറെ വേറെ നമുക്ക് കാണാൻ പാടില്ല, എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കണം ഉണ്ടോ. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നമുക്ക് കുറച്ചൊന്ന് പൊത്തി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഉള്ളി ഉണ്ടാവില്ലേ, പച്ചയുള്ളി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മേലെ ഇട്ടെടുക്കാം. അപ്പോൾ ആ പച്ചയുള്ളി കടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊന്ന് വെച്ചതിന് ശേഷം മൂടി വെക്കാം. നമ്മൾ ജസ്റ്റ് ബിരിയാണിക്കൊക്കെ ദമ്മിടുന്നില്ലേ, അതുപോലെ നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു കണ്ടോ. അടിപൊളി സാധനമാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല കളർഫുള്ളായിട്ടുണ്ട്. നല്ല ഉള്ളിൻ്റെയും പിന്നെ എല്ലിൻ്റെയും കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യൂലേ. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ആയാലും ഹെൽത്തിയുമാണ്. കാരണം പറമ്പിലൊക്കെ നട്ടുപിടിപ്പിച്ച കപ്പയൊക്കെ ഇല്ലേ, അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ തന്നെ ആ ഒരു ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും എന്താ പറയുക, സത്യത്തിൽ പറഞ്ഞാലൊരു മാസ സാധനം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ടാറ്റാ, ബൈ ബൈ.